ചെയ്തത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ആരോപണം ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ ചവിട്ടിത്താഴ്ത്താൻ കഴിയില്ലല്ലോ എന്നുള്ള നിലപാടായിരുന്നു മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ നിന്ന് മലക്കം മറിഞ്ഞാണ് നിലവിലിപ്പോൾ വിഷയം ഗൗരവമുള്ളതാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കേണ്ടതായിരുന്നു എന്നുള്ള നിലയിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ വിജിൻ, മന്ത്രി തന്നെ ആ കുറിപ്പിൽ പറയുന്നുണ്ട്, ഒരു ജനപ്രതിനിധിയെ നിയമപരമായി വേദിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല എങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ പാലിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വവും മാന്യതയും ഓരോ വ്യക്തിയും സ്വയം പാലിക്കേണ്ടതുണ്ട്. ഈ ഒരു കോട്ട് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെ ഉദ്ദേശിച്ചതാണ് എന്ന് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. അപ്പോൾ രാഹുലിനെതിരെയും ഒരു വിമർശനം, ഒരു സ്വയം വിമർശനം എന്ന നിലയിൽ രാഹുലിനെ തിരുത്തുന്നുമുണ്ട് മന്ത്രി. അജി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നേരത്തെ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല വി ശിവൻകുട്ടിയുടെ നിലപാട്. അതാണ് വലിയ വിമർശനത്തിന് ഇടയാക്കിയത്. ഇപ്പോൾ ധാർമ്മികതയും മാന്യതയും ഉയർത്തിപ്പിടിക്കണം എന്ന മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. പക്ഷേ നേരത്തെ രാവിലെ നൽകിയ പ്രതികരണത്തിൽ മന്ത്രി പറഞ്ഞത് ഇക്കാര്യത്തിൽ ആരെയും ചവിട്ടിത്താഴ്ത്താൻ തങ്ങൾ തയ്യാറല്ല. ഏതെങ്കിലും തരത്തിൽ ആരോപണം ഉയർന്നതിന്റെ ഭാഗമായ ഒരു ജനപ്രതിനിധിയെ മാറ്റി നിർത്താൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മണ്ഡലത്തിൽ തന്നെ നടന്ന പരിപാടിയാണ്, ആ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ള നിലപാടായിരുന്നു വി ശിവൻകുട്ടി സ്വീകരിച്ചത്. അതിൽ നിന്ന് മലക്കം പറഞ്ഞാണ് ഇപ്പോൾ മറ്റൊരു നിലപാടിലേക്ക് വി ശിവൻകുട്ടി എത്തുന്നത്. രാഹുൽ സ്വയം മാറി നിൽക്കുകയും ധാർമ്മികതയും മാന്യതയും കാണിക്കുകയും വേണം എന്നുള്ള നിലപാടാണ് ഇപ്പോൾ വി ശിവൻകുട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെയൊക്കെ സ്വീകരിച്ചതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള നിലപാട് വി ശിവൻകുട്ടിക്ക് സ്വീകരിക്കാമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായ നിലപാടാണ് ഈ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വി ശിവൻകുട്ടി സ്വീകരിച്ചത്. ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി വേദി പങ്കിടുകയോ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയോ ഒക്കെ ചെയ്യാതിരിക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടിയും എം പി രാജേഷും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത പരിപാടിയിൽ തന്നെ പങ്കെടുക്കുന്നത്. അത് കുട്ടികളുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. അതാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ മന്ത്രി വ്യക്തമാക്കുന്നത്. രക്ഷിതാക്കളുടെയും ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെയും ആശങ്ക അത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആ ആശങ്ക കൊണ്ട് തന്നെ ഗൗരവമായി തന്നെ ഈ വിവാദത്തെ കാണുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ വി ശിവൻകുട്ടി പറയുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. നേരത്തെ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല വി ശിവൻകുട്ടിയുടെ നിലപാട് എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. ഇതിനു മുമ്പ് ഈ ശാസ്ത്രമേളയുടെ തന്നെ സംഘാടക സമിതി യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനാകേണ്ടിയിരുന്ന ആ പരിപാടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തുകയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തത്. പോസ്റ്ററിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കാനുള്ള നിർദ്ദേശം വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് നൽകുകയും ചെയ്തത്. അന്ന് മന്ത്രി കൃഷ്ണൻകുട്ടിയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തത്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമെന്ന് നിർബന്ധം പിടിച്ചാൽ ആ പരിപാടി തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ആലോചന ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പ് അന്ന് നടത്തിയതാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം മലക്കം മറിഞ്ഞുകൊണ്ടാണ് ഈ പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയപ്പോൾ അതിനെ എതിർക്കാതിരിക്കുകയും എതിർക്കാതിരുന്നതിനെ തന്നെ വീണ്ടും ന്യായീകരിക്കുകയും ചെയ്യുന്ന നിലപാടിലേക്ക് വി ശിവൻകുട്ടി എത്തിയത്. ആ നിലപാടും ഇപ്പോൾ തിരുത്തുകയാണ് മന്ത്രി വി ശിവൻകുട്ടി ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു. ധാർമ്മികതയുടെയും ഒപ്പം തന്നെ മാന്യതയുടെയും അടിസ്ഥാനത്തിൽ മാറി നിൽക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്, ശാസ്ത്രമേള പോലുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ലൈംഗിക ആരോപണ വിധേയനായ ഒരാൾ എന്നുള്ള നിലയിൽ ധാർമ്മികതയും മാന്യതയും ഉയർത്തിപ്പിടിച്ച് മാറി നിൽക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ മന്ത്രി പങ്കുവച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് അതിന് നേരെ വിരുദ്ധമായ കാര്യങ്ങളാണ്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പങ്കെടുക്കരുതെന്ന് പറയാൻ കഴിയില്ല. ആരെങ്കിലും മാറ്റി നിർത്താനോ ചവിട്ടിത്തേക്കാനോ തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. കുറ്റാരോപിതൻ എന്ന് മാത്രമാണുള്ളത്, ശിക്ഷിക്കപ്പെട്ട ആളല്ല എന്നുള്ള കാര്യവും മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് വിവാദമാവുകയും പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ തരത്തിലുള്ള വിമർശനം ഉയരുകയും ഒപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള വിമർശനവും പരാതിയും ഒക്കെ ആളുകൾ എത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് മന്ത്രി ഇപ്പോൾ ആ നിലപാട് മാറ്റി മറ്റൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി, വിജിനാണ് സമഗ്രമായി തന്നെ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.